ശബരിമലയിലെ അതിഥി മന്ദിരത്തിൽ ദീർഘകാലം അനുമതിയില്ലാതെ ആരെയും താമസിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി. സുനിൽ സ്വാമി അതിഥി മന്ദിരത്തിൽ ദീർഘനാൾ താമസിക്കുന്നതിനെതിരെ നൽകിയ ഹർജിയിലാണ് വിധി. മറ്റാർക്കും ലഭിക്കാത്ത ആനുകൂല്യങ്ങൾ ഒരാൾക്ക് മാത്രം നൽകരുതെന്നും ഹൈക്കോടതി പരാമർശിച്ചു. അതിനിടെ സുനിൽ സ്വാമി ഇപ്പോഴും ശബരിമല സന്നിധാനത്ത് തുടരുകയാണ്. വിവരങ്ങളുമായി സരീഷ് പി കെ സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. സരീഷ്, ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള നിർണായകമായ ഒരു കാര്യമാണ് ഹൈക്കോടതി ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങളും ഒപ്പം തന്നെ ഈ സുനിൽ സ്വാമി ഈ ഒരു കാര്യം വരുമ്പോൾ അവിടെ നിന്ന് മാറേണ്ടതായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. സന്നിധാനത്തെ നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ്? ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുനിൽ സ്വാമിക്കെതിരായി കോടതി സ്വമേധയാ ഹർജി കൈക്കൊണ്ടത്. ആ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഒരു വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് അഗ്നി മന്ദിരത്തിൽ ഒരു തരത്തിലും ഈ ഡോണർ എന്ന രീതിയിൽ അദ്ദേഹത്തെ കൂടുതലായി താമസിപ്പിക്കാൻ പാടില്ല. നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിൽ ഈ ശബരിമലയിൽ ഡോണറായി നിൽക്കുന്നുണ്ടെങ്കിൽ 10 ദിവസത്തിൽ കൂടുതൽ താമസ സൗകര്യം ഒരുക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് മറികടന്നാണ് സുനിൽ സ്വാമി, അതായത് പാലക്കാട് സ്വദേശിയായ സുനിൽ കുമാറിനെയാണ് സുനിൽ സ്വാമി എന്ന ശബരിമലയിൽ അറിയപ്പെടുന്നത്. നേരത്തെ തന്നെ ഇദ്ദേഹത്തിനെതിരെ പലതവണ പരാതി ഉയർന്നിരുന്നു. പക്ഷെ അന്നൊന്നും ഇത്തരത്തിലൊരു റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണർ നൽകിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ നാളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇദ്ദേഹം അനധികൃതമായാണ് ഇവിടെ താമസിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഹരിവരാസനവും ഒപ്പം തന്നെ മറ്റ് പൂജകൾ നടക്കുന്ന സമയത്തും മുന്നിലെത്തി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദേവസ്വം കമ്മീഷൻ സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്വമേധയാ ഒരു ഹർജി ഹൈക്കോടതി തന്നെ മുന്നോട്ട് വെച്ചത്. അതിൽ കൃത്യമായി പറയുന്നത് 401 നമ്പർ മുറി ഈ അതിഥി മന്ദിരത്തിൽ ഇദ്ദേഹത്തിനായി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കലും അത്തരത്തിൽ എല്ലാ വർഷവും മണ്ഡലകാലത്തും മകരവിളക്ക് കാലത്തും ഒപ്പം തന്നെ നട തുറക്കുന്ന എല്ലാ മാസവും ഒരാൾക്ക് വേണ്ടി മാത്രം ഒരു മുറി മാറ്റിവെക്കുന്ന രീതി ശരിയല്ല. ഡോണർ എന്ന രീതിയിലാണെങ്കിൽ പോലും 10 ദിവസത്തിൽ കൂടുതൽ അദ്ദേഹത്തിന് മുറി നൽകരുത് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു തരത്തിലും അനധികൃതമായ താമസം അനുവദിക്കരുത് എന്നുകൂടി ഹൈക്കോടതി പറയുന്നു. എന്നാൽ വ്യക്തിപരമായി നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോഴും സന്നിധാനത്ത് തുടരുന്നുണ്ട്. പക്ഷേ 401 നമ്പർ മുറിയിൽ താൻ തുടരുന്നില്ല. എല്ലാ ദിവസവും ടോക്കൺ സ്വീകരിച്ച് അല്ലെങ്കിൽ ഓൺലൈനായി ടോക്കൺ ബുക്ക് ചെയ്ത ശേഷമാണ് ദർശനം നടത്തുന്നത്. ഒരു തരത്തിലും ഒരു ആനുകൂല്യവും, അതായത് ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അനർഹമായി ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ താൻ സ്വീകരിക്കുന്നില്ല. ഓൺലൈനായി എല്ലാ ദിവസവും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ദർശനം നടത്തുകയാണ്. ദർശനം നടത്തുന്നത് ഒരു തരത്തിലും എതിരല്ലല്ലോ എന്ന ചോദ്യമാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇനിയും സന്നിധാനത്ത് തുടരും എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷെ എന്തായാലും നേരത്തെ തന്നെ ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. കാരണം അനധികൃതമായി താമസിക്കുന്നു, അതോടൊപ്പം തന്നെ എല്ലാ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും ഉൾപ്പെടെയുള്ള മുറികളിൽ എല്ലാ സമയവും അദ്ദേഹം സജീവമായി നിൽക്കുന്നു. മറ്റ് ചില പരാതികൾ കൂടി അദ്ദേഹത്തിനെതിരായി ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇത്തരത്തിലൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഇതിനെതിരെയാണ്, അല്ലെങ്കിൽ ഈ ഹർജിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൃത്യമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സരീഷ്, അപ്പോൾ ഇതിൽ ദേവസ്വം ഇനി എന്തായിരിക്കും നിലപാടെടുക്കുക? നിലവിൽ ഈ സുനിൽ സ്വാമി അല്ലെങ്കിൽ സുനിൽകുമാർ പറയുന്നത് തന്റെ പേരിൽ 401 നമ്പർ മുറി, അങ്ങനെ ഒരു മുറി ഇല്ല എന്നുള്ളതാണ്. ഒരു സാധാരണ ഭക്തനെ പോലെ എല്ലാ ദിവസവും തൊഴാൻ എത്തുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഒരാൾ തൊഴാൻ എത്തിയാൽ അദ്ദേഹത്തെ തടയാൻ എന്തായാലും ദേവസ്വത്തിന് സാധിക്കില്ല. ഈ നിലവിൽ ഏതെങ്കിലും രീതിയിൽ അനൌദ്യോഗികമായെങ്കിലും അദ്ദേഹം താമസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദേവസ്വം നൽകുന്ന ഏതെങ്കിലും സ്ഥലത്ത് താമസിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ദേവസ്വത്തിന് സാധിക്കുക. അങ്ങനെയൊരു അനധികൃതമായി അദ്ദേഹം താമസിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ദർശനത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹം തൊഴുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലൊരു ഇടപെടൽ എന്തായാലും ദേവസ്വത്തിനോ അല്ലെങ്കിൽ ദേവസ്വം കമ്മീഷണർക്കോ ഇടപെടാൻ സാധിക്കില്ല. കാരണം ഓൺലൈനായി ബുക്ക് ചെയ്താണ് അദ്ദേഹം എത്തുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞത്. മറ്റ് ഏതെങ്കിലും രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്താനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ, ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇവിടെ ഉണ്ടാകും എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ദേവസ്വത്തിന് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് മുറി നൽകിയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ദേവസ്വത്തിന്റെ ഒരു കാര്യങ്ങളിലും ഇടപെടുന്നില്ല എന്ന റിപ്പോർട്ട് നൽകാൻ മാത്രമായിരിക്കും ദേവസ്വത്തിന് സാധിക്കുക. ശരി സരീഷ്, ഈ വിഷയത്തിൽ സുനിൽ സ്വാമിയോട് നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. അതിലേക്ക് കണ്ടില്ല പോലെ ഓർഡർ കണ്ടില്ല. ഓർഡർ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പ്രതികരിക്കാവോ? ഞാൻ പറയാം. ശബരിമലയിലെ അതിഥി മന്ദിരത്തിലാണ് ദീർഘകാലമായി അനുമതി ഇല്ലാതെ സുനിൽ സ്വാമി താമസിക്കുന്നതായി ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ആരെയും അനുവദിക്കാൻ
താമസിക്കാൻ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം. സരീഷ് പി കെ ആയിരുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്.